ചരിത്രവും അതിനെ ഇന്നോളം പരുവപ്പെടുത്തിയ മനുഷ്യരും തീർത്ഥാടനം ചെയ്ത കോഴിക്കോട് നഗരവീഥിയിലൂടെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ പതാകയേന്തി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവ് നിറയുന്ന മുദ്രാവാക്യങ്ങളുമായി മുന്നേറുകയാണ്. ഉശിരോടെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് MSFന്റെ സമര പോരാട്ടങ്ങളുടെ പുതുചരിത്രത്തിലേക്ക് ആ സമരസംഘത്തിന്റെ ജാഥാ നായകർക്കൊപ്പം നടന്നു കയറുകയായിരുന്നു ഹരിതയെന്ന MSFന്റെ പെൺകുട്ടിക്കൂട്ടം. ആ ചരിത്ര നിർമ്മിതിയിലേക്ക് അവരെ നയിച്ചത് കോഴിക്കോട് ലോ കോളേജിലെ നിയമവിദ്യാർത്ഥിയായ ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം പെൺകുട്ടികളായിരുന്നു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ 2012 ഡിസംബർ 11 നടന്ന ഹരിത രൂപീകരണ യോഗത്തിൽ വെച്ച് ഫാത്തിമ തഹ്ലിയ ഹരിതയുടെ പ്രഥമ ജനറൽ സെക്രട്ടറിയായി. കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പൊതുധാരയിൽ ഈ കോഴിക്കോട് പെരുവയൽ സ്വദേശിനി ചുവടുറപ്പിക്കുന്നത് അവിടെ നിന്നാണ്. പെൺപക്ഷ വിദ്യാർത്ഥിത്വത്തിന് നേരിന്റെ വഴിയടയാളം ചൂണ്ടി ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് അവകാശ പോരാട്ടങ്ങളുടെ പുത്തൻ ശബ്ദമായി പടർന്നു കയറുകയായിരുന്നു MSF ഹരിത. ആദ്യമായിട്ടാണോ ഒരു പൗരത്വത്തിനെ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തനം ഇവിടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങിയ ഓരോ മനുഷ്യാവകാശ ലംഘനങ്ങള് ദിവസത്തിനേക്കാൾ അപ്പുറത്ത് എണ്ണി എണ്ണി പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് തന്നെ RSSന്റെയും BJPയുടെയും രാഷ്ട്രീയത്തെ അപ്പാടെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഷഹീൻ ബാഗുകൾ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ടൗൺ മുസ്ലിം ലീഗ് പ്രസിഡന്റായിരുന്ന പിതാവിലൂടെയാണ് തഹ്ലിയയുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കൃത്യമായ ദിശാസൂചന കൈവന്നത്. ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ, MSF നാഷണൽ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികളും വൈകാതെ തഹ്ലിയയെ തേടിയെത്തി. MSFന്റെ പ്രഥമ ദേശീയ കമ്മിറ്റിയിൽ ഉപാധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ 7 പതിറ്റാണ്ട് കാലത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംഘടനാ ചരിത്രത്തിൽ പുതിയ അധ്യായമെഴുതിയ തഹ്ലിയ ഒരു ജനറൽ പോസ്റ്റിൽ ഭാരവാഹിത്വം വഹിക്കുന്ന ആദ്യ വനിതയായി. മുസ്ലിം യൂത്ത് ലീഗിൽ സ്റ്റേറ്റ് സെക്രട്ടറിയായി സ്ഥാനമേൽക്കുന്ന പ്രഥമ വനിതയായതും ചരിത്രം. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നാണ് തഹ്ലിയ LLB പൂർത്തിയാക്കിയത്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ ലോയിൽ മാസ്റ്റർ ബിരുദവും കരസ്ഥമാക്കി. സ്ത്രീ സൗഹൃദ നിലപാടുകളിലൂന്നിയ പോരാട്ടങ്ങൾ പരിഗണിച്ച് 2017 ആപ്ക ടൈംസ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റുഡന്റ് വിമൻസ് ലീഡർ സർവേയിൽ ഒന്നാമതെത്തി. CBSE ഡ്രസ് കോഡ്, ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, കലാലയങ്ങളിലെ ഹിജാബ് നിരോധനം, സ്വാശ്രയ സ്ഥാപനങ്ങളുടെ കൊള്ള, നീറ്റ് പരീക്ഷാവേളയിലെ വസ്ത്ര സ്വാതന്ത്ര്യം, അരുവിത്തുറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അശ്ലീല യൂണിഫോം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് അഡ്വക്കേറ്റ് തഹ്ലിയ നേതൃത്വം നൽകി. CBSE ഡ്രസ് കോഡ് കേസിൽ നേടിയ അനുകൂല വിധി കർണാടക സ്കൂളുകളിലെ ഹിജാബ് നിരോധന നടപടിക്കെതിരെ നൽകിയ കേസിൽ സഹായകമായി. പെൺകുട്ടികളുടെ അവകാശങ്ങളും വിസ്തൃതമാണ് എന്ന് ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് തഹ്ലിയ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരിലേറെയും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അവരുടെ ചിതറിയ ശരീരഭാഗങ്ങളെ ആദരവോടെ വൃത്തിയാക്കുന്ന വനിതകളുടെ സംഘത്തിൽ ഒരുപാട് ദിവസം നമ്മൾ തഹ്ലിയയെ കണ്ടു. തിരുവനന്തപുരത്ത് UDFന്റെ സമരമുറ്റത്തും പോലീസ് വാനിലും ജയിലറയിലും തഹ്ലിയ എന്ന പോരാളിയെ രാഷ്ട്രീയ കേരളം കണ്ടു. പൊതുരംഗത്തെ പ്രവർത്തന മികവിനുള്ള PT തോമസ് യുവ പ്രതിഭാ പുരസ്കാരം ഉൾപ്പെടെ വിവിധ പുരസ്കാരങ്ങൾക്കും ബഹുമതികൾക്കും തഹ്ലിയ അർഹയായി. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മതേതരത്വവും സഹിഷ്ണുതയും വിഷയമായി നടത്തിയ സാംസ്കാരിക വിനിമയ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 2 അംഗ സംഘത്തിൽ തഹ്ലിയയ്ക്ക് പങ്കാളിത്തം ലഭിച്ചു. ഇതിന്റെ തുടർച്ചയായി തായ്ലാന്റിൽ നടന്ന സമ്മേളനത്തിലും പങ്കെടുത്തു. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നൽകിയ മൂല്യവത്തായ സംഭാവനകൾ പരിഗണിച്ച് ഖമീസ് മുഷൈദ് ഖാലിദിയ KMCC നൽകുന്ന സീതി സാഹിബ് മെമ്മോറിയൽ ബീഗം സാഹിബ അവാർഡ് ഇന്ന് ഫാത്തിമ തഹ്ലിയയ്ക്ക് സമ്മാനിക്കുകയാണ്.
ഫലകവും പ്രശസ്തി പത്രവും ഷിഫ അൽ ഖമീസ് പോളിക്ലിനിക് നൽകുന്ന 50,000 രൂപയുടെ ക്യാഷ് അവാർഡും ഉൾപ്പെടുന്ന സീതി സാഹിബ് മെമ്മോറിയൽ ബീഗം സാഹിബ പുരസ്കാര ജേതാവായി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയുടെ പേര് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ മാസമാണ് പ്രഖ്യാപിച്ചത്. താങ്ക് യു അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ. ഈ സമൂഹത്തോടൊപ്പം ഇത്രമേൽ ചേർന്ന് നിന്നതിന്, പെൺമയുടെ ആത്മാഭിമാനം കെട്ടുപോവാതെ കാത്തുവച്ചതിന്, മരണക്കിടക്കയിലും ഈ പച്ചപ്പതാക നെഞ്ചിലുണ്ടാവുമെന്ന് സുധീരം പ്രഖ്യാപിച്ച ഉൾക്കാമ്പുള്ള രാഷ്ട്രീയ നിലപാടിന്, മുണ്ടക്കൈയിൽ ബാക്കിയായവരും മരിച്ചവരുമായ മനുഷ്യർക്കൊപ്പം ഒരു മാസക്കാലം ജീവിതം കൊടുത്തു നിന്നതിന്, നുറുങ്ങുന്ന ഹൃദയവുമായി പരേതരുടെ ദേഹാവശിഷ്ടങ്ങൾക്ക് ഉപചാരപൂർവം യാത്രയേകിയതിന്, പിന്നെ പ്രോജ്വലമായ ഒരു രാഷ്ട്രീയ കാലത്തെ ഈ വിധം ഹരിതാഭമാക്കിയതിന്. കൺഗ്രാറ്റ്സ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ. ജസാക്കല്ലാഹ് ഖൈർ.